ലോക സമുദ്ര ദിനത്തിന്റെ ഭാഗമായി പരിസ്ഥിതി ബോധവൽക്കരണ സന്ദേശയാത്രയുമായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. സമുദ്ര സംരക്ഷണത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായാണ് യാത്ര സംഘടിപ്പിച്ചത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി പരിസ്ഥിതി വിഭാഗം തലവൻ ഡോക്ടർ കെ മനോജ് ഉദ്ഘാടനം ചെയ്തു. സമുദ്രങ്ങളെ സംരക്ഷിക്കാം, ഭൂമിയെ രക്ഷിക്കാം എന്ന സന്ദേശവുമായാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക സമുദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി പരിസ്ഥിതി ബോധവൽക്കരണ സന്ദേശയാത്ര സംഘടിപ്പിച്ചത്. കണ്ണൂർ സിറ്റി ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം കണ്ണൂർ യൂണിവേഴ്സിറ്റി പരിസ്ഥിതി വിഭാഗം തലവൻ ഡോക്ടർ കെ മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു 5 mm ഒക്കെ 5 mm എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. 5 mm ഒക്കെ അതിന് താഴെ വരുന്ന മൈക്രോ പ്ലാസ്റ്റിക്സുകളാണ് പ്രധാനമായിട്ടും ഇന്ന് സമുദ്രത്തെ മലിനീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ വളരെ ഈ മൈക്രോ പ്ലാസ്റ്റിക്സിനും താഴെ സൈസ് വരുന്ന നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയും. വളരെ കണ്ണുകൊണ്ട് ചിലപ്പോൾ നേരിട്ട് കാണാൻ പറ്റാത്ത അത്ര മൈന്യൂട്ട് ആയിട്ടുള്ള ഈ പ്ലാസ്റ്റിക് കണികകൾ ഇന്ന് മില്യൺ ടൺസോളം ഇത്തരം സമുദ്രങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം മൈക്രോ പ്ലാസ്റ്റിക്സുകൾ ഈ സമുദ്രത്തിൽ എത്തിപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക? സിറ്റി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിഷത്ത് കണ്ണൂർ മേഖലാ പ്രസിഡന്റ് പി ധർമ്മൻ അധ്യക്ഷത വഹിച്ചു. ചാൽ ബീച്ച് കടലാമ സംരക്ഷണ കേന്ദ്രം കോർഡിനേറ്റർ സുനിൽ അരിപ്പ സന്ദേശയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. സിറ്റി ഹയർ സെക്കൻഡറി സ്കൂൾ NSS കോർഡിനേറ്റർ പോൾ ജോൺ, പരിഷത്ത് മേഖലാ സെക്രട്ടറി കെ സുരേഷ് ബാബു, പരിസ്ഥിതി വിഷയ സമിതി ചെയർമാൻ PK ലതീഷ്, KO ശ്യാമള, അനന്ത് കടമ്പൂർ, K പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. ജാഥക്ക് EK സിറാജ്, P രമേശൻ, M പ്രസാദ്, V സാമുവൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശുചിത്വ ബോധവൽക്കരണ ലഘുലേഖ പ്രചരണവും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.